പോകേണ്ട ദൂരൊരാളും കൂട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കിസ്സകൾ. നിങ്ങളുടെ രണ്ടുപേരുടെ വോയിസും അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ബ്ലെൻഡ് ആയിട്ടുണ്ട്. സത്യം. ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. ഞാൻ ഫസ്റ്റ് കമ്പോസ് ചെയ്തത് തന്നെയാണ് ഇപ്പോഴും വന്നേക്കുന്നത്. അതിൽ പൊളിച്ചു പണിയുണ്ടോ എന്ന് വന്നില്ല. എനിക്ക് തന്നെ ഞാൻ ചെയ്തിട്ട് കൊള്ളാലോ. എനിക്ക് ഹനാനെ കുറിച്ച് ആളുടെ അറിയാം. ഞാൻ കൽബ് എന്ന മൂവി ചെയ്യുമ്പോൾ അതിലൊരു പാട്ടുണ്ട്, ലൈക്ക് അരികരിക എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ പാട്ട് പാടാണ് ഹനാനെ ഫസ്റ്റ് ഞാൻ കോണ്ടാക്ട് ചെയ്യണത്. അന്ന് പക്ഷെ ഹനാന് ലൈക്ക് എന്തോ ത്രോട്ട് ഇൻഫെക്ഷനോ എന്തോ പ്രശ്നമായിട്ട് പുള്ളിക്കാനെ പറ്റിയുള്ളത്. റെക്കോർഡ് ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഹനാനോട് ചോദിച്ചു, ഹനാനെ കുഴപ്പമില്ലെന്ന് പറഞ്ഞത് വർക്കാവായിരിക്കും ഇൻഷാല്ലാ എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞ അത് ഇൻഷാല്ലാ വർക്കായി. ഈ കാലം നെഞ്ചിൽ ചേർക്കാതെ നിന്നെ ഷോസ് ഞാൻ പിന്നെ കൂടുതലും ഷോസ് എനിക്ക് സ്റ്റാമറിങ് ഉണ്ട്. അപ്പൊ എനിക്കൊരു ഒരു സ്റ്റേജിൽ പോയി നിന്ന് എനിക്ക് ഇവരുടെ അടുത്ത് ആക്ച്വലി ഇന്ററാക്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കത് പറ്റില്ല. എനിക്ക് ആ ഒരു ആങ്സൈറ്റിയും പരിപാടിയൊക്കെ കയറി ഞാൻ അങ്ങനെ ഒരുപാട് സീനിൽ നിന്ന് ഞാൻ മാറി നിന്നിട്ടുണ്ട്. 1000 നാളുകൾ വാഴിടാൻ മോഹമായി വന്നിടും കൂട്ടമേ നാളമായി. ഹായ്, ഹലോ, നമസ്കാരം. സൈന സൗത്ത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. സൈന മ്യൂസിക് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത ചിറാപ്പുഞ്ചി എന്ന സോങ്ങിന്റെ മ്യൂസിക് കമ്പോസറും അതുപോലെ സിംഗറുമായിട്ടുള്ള നിഹാൽ സാദിഖാണ് ഇന്നെൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇപ്പൊ എനിക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ചിറാപ്പുഞ്ചി സോങ് ആണ്. ഞാനും റീൽ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് ഒത്തിരി പേര് മെൻഷൻ ചെയ്യുന്നുണ്ടാവും, ഒരുപാട് പേര് അയച്ചിരുന്നുണ്ടാവും. എനിക്ക് ഒരു പാട്ട് കമ്പോസ് ചെയ്തു, അത് ആളുകളൊക്കെ ഏറ്റെടുത്തു. ഭയങ്കര ഒരു സന്തോഷത്തിലിരിക്കുന്ന ഒരു മൂമെന്റ് ആണ്. എന്താ തോന്നുന്നു ഇപ്പോ? ഇത് തന്നെ സന്തോഷമുണ്ട്. നമ്മുടെ വർക്ക് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തതിനും സന്തോഷാണ് മുഴുവൻ. എനിക്ക് തോന്നുന്നു ചിറാപ്പുഞ്ചി പാട്ട് കേട്ടോണ്ട് നമുക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. കാരണം രണ്ടുപേര് എനിക്ക് വേണ്ടിട്ട്. പോകേണ്ട ദൂരൊരാളും കൂട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ. ഓ നൈസ്. കേൾക്കുമ്പോൾ തന്നെ ഒരു ഫീൽ വേറെ തന്നെയാണ്. ഇപ്പം നിഹാൽ ആൻഡ് ഹനാനും കൂടിയിട്ടാണ് ഈ പാട്ട് പാടിയത്. നിങ്ങളുടെ രണ്ടുപേരുടെ വോയിസും അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. സത്യം. അതെനിക്ക് ആ റെസ്പോൺസ് ആണ് എല്ലാവരും കൂടെ തരുന്നതും. ചിറാപ്പുഞ്ചി എങ്ങനെ സംഭവിച്ചു? ചിറാപ്പുഞ്ചി ഞാൻ ബാംഗ്ലൂരാണ് നിൽക്കുന്നത്. അപ്പോൾ വിമൽ നാസർ അദ്ദേഹം ഒരു മ്യൂസീഷ്യനാണ്. പിന്നെ ഐവിൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളിങ്ങനെ സുഹേൽ ഭായിയുടെ ഒരു ലിറിക്സ് ഉണ്ട്. സുഹേൽ ഭായി ഇങ്ങനെ മറ്റേ ഒരു സാധനം മെസ്സേജ് ആയിരുന്നു. ഞാൻ വായിച്ചു, ഫസ്റ്റ് സാധനം വായിച്ചു. ഇപ്പൊ ലൈക് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് എന്നുള്ളത് വായിച്ചപ്പോ തന്നെ എനിക്ക് കൊള്ളാം, ഇതൊരു രസമുണ്ട് അത് വായിക്കാനായിട്ട്. അപ്പൊ നമ്മള് അവിടെ ഇരുന്ന് സ്റ്റുഡിയോയിലിരുന്ന് ഒരു ചെറിയതായിട്ട് ഒരു കോഡ് സെറ്റ് ചെയ്ത് വെറുതെ ഒരു സാധനം കമ്പോസ് ചെയ്ത് നോക്കി. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് കമ്പോസ് ചെയ്തത് തന്നെയാണ് ഇപ്പോഴും വന്നേക്കുന്നത്. അതിൽ പൊളിച്ചു പണിയുണ്ടോ എന്ന് വന്നില്ല. എനിക്ക് അപ്പം മറ്റേ ചിറാപ്പുഞ്ചി മഴയത്ത് തരാറേ റാറേ അത് എനിക്ക് തന്നെ ഞാൻ ചെയ്തിട്ട് കൊള്ളാലോ എന്ന് തോന്നി. അപ്പോൾ ഞാൻ അത് സെറ്റ് ചെയ്തു. പിന്നെ അതിൽ സുഹൃബാനെ വിളിച്ച് നമ്മളത് അതിൽ കൂടുതൽ വർക്ക് ചെയ്ത് പിന്നെ കുറെ ആർട്ടിസ്റ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. നമ്മൾ എനിക്ക് കുറച്ചധികം സമയം എടുത്തു ചിറാപ്പുഞ്ചി. എനിക്ക് ആ സൗണ്ടിങ് ഒന്ന് പ്രോപ്പർ ആക്കാനായിട്ട് കുറച്ച് ഞാൻ ലൈക്ക് ഓരോ നാടിയും പിന്നെ പൊളിച്ചു കളയും. പിറ്റേ കാലത്ത് എനിക്ക് പൊളിച്ചു കളയും കേട്ടിട്ട്. അങ്ങനെ നമ്മള് ആക്ച്വലി ഒരു ടീം വർക്ക് ആണ് ആക്ച്വലി. എനിക്ക് ഈ മഴക്കാലത്ത് കറക്റ്റ് ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു പാട്ടും കൂടിയായിരുന്നു. ഈ നമുക്ക് മലയാളികളിലെ ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗറാണ് നിഹാൽ ആൻഡ് ഹനാൻ. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ആ പാട്ടിന്റെ സൗന്ദര്യം കൂടിയിട്ടേ ഉള്ളൂ. അപ്പൊ ഹനാനായിട്ട് ഒരു വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഹനാനെ കുറിച്ച് ആളുടെ അറിയാം. ഞാൻ കൽബ് എന്ന മൂവി ചെയ്യുമ്പോൾ അതിലൊരു പാട്ടുണ്ട്, ലൈക്ക് അരികരിക എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. അത് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല.
അപ്പോൾ ഞാൻ ആ പാട്ട് പാടാണ് ഹനാനെ ഫസ്റ്റ് ഞാൻ കോണ്ടാക്ട് ചെയ്യണത്. അന്ന് പക്ഷെ ഹനാന് ലൈക്ക് എന്തോ ത്രോട്ട് ഇൻഫെക്ഷനോ എന്തോ പ്രശ്നമായിട്ട് പുള്ളിക്കാരന് പറ്റിയില്ലത്. അപ്പൊ ഓക്കെ ഞാൻ ആ പാട്ട് അവസാനം ഞാൻ തന്നെ പാടി. പിന്നെ ഞങ്ങൾ ഓരോ നമ്മളിങ്ങനെ ലൈക്ക് കോണ്ടാക്റ്റിലുണ്ട്. അപ്പോൾ ഹനാനായിട്ട് ഇങ്ങനെ സാധനം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ശബന് നമുക്ക് ഒരു പരിപാടി ചെയ്യുമ്പോൾ ആൾക്കും കൂടിയും ബെസ്റ്റ് ആയിട്ട് സാധനം കൊടുക്കണം എന്നായിരുന്നു. അങ്ങനെ ചിറാപ്പുഞ്ചി നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഹനാനെ വെച്ച് പാടിച്ചു നോക്കാം എന്തായിരിക്കും എന്ന് ഒരു ഇതുണ്ടായിരുന്നു. കാരണം ആളുടെ വോക്കൽ ഭയങ്കര രസമായിക്കാനായിട്ട് പാടിച്ചു നോക്കി. സെറ്റ്. ഞാൻ അപ്പൊ തന്നെ നമുക്കിത് ഫിക്സ് ആണ് പരിപാടി എന്നുള്ള അങ്ങനെ സെറ്റായി. ആളും ഹാപ്പിയാണ്, അതിൽ ഞാൻ അതിലും ഹാപ്പിയാണ്. ഞങ്ങളിത് ഭയങ്കര സംഭവം ലൈക്ക് അങ്ങനെ ഒന്നും ചിന്തിച്ചാൽ ഞാൻ എനിക്ക് തോന്നുന്നു ഈ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോ ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ ഹനാനോട് ചോദിച്ചിട്ടുണ്ട്, ഹനാനെ കുഴപ്പമില്ലെന്ന് പറഞ്ഞത് വർക്കാവായിരിക്കും ഇൻഷാല്ലാന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞ അത് ഇൻഷാല്ലാ വർക്കായി. പാട്ട് അറിയാൻ കഴിഞ്ഞിട്ട് അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു, വോയിസ് മെസ്സേജസ്. അടിപൊളിയായി, ഭയങ്കര ഹാപ്പി. എനിക്ക് നിഹാൽ ചെയ്ത വർക്കുകളൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികളുടെ ഒരു ഫേവറേറ്റ് സോങ്ങിൽ നിഹാലിന്റെ പാട്ടുണ്ടാവും അല്ലെ. അപ്പം ഒരു സിംഗറാണ്, എഴുതും, ഈ മ്യൂസിക് കമ്പോസ് ചെയ്യും, സ്റ്റേജ് പെർഫോമർ ആണ്. ഇത്ര കാര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നിഹാലിനെ. ഈ ഒരു സ്റ്റേജിൽ ഇപ്പൊ നമ്മൾ അറിയപ്പെടുന്ന ഒരു നിഹാൽ ഉണ്ടല്ലോ, അതിനു മുമ്പുള്ള നിഹാൽ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, എന്ത് ചെയ്യായിരുന്നു? ഞാൻ പുറത്താ പഠിച്ചത്, സിംഗപ്പൂരാ പഠിച്ചത്. അവിടെ നിന്ന് ലൈക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് നാട്ടിലേക്ക് വന്ന് വീണ്ടും വീട്ടുകാരെ പറ്റിച്ച് സിംഗപ്പൂർ പോകാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ എനിക്ക് ലൈക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യണമെന്നായിരുന്നു. അതിന്റെ ഇടയിൽ അല്ലറ ചില്ലറ കുറെ പരിപാടീസ്. പക്ഷെ എനിക്ക് ഞാനപ്പോ പണ്ട് ലൈക്ക് സ്മ്യൂൾ എന്ന് പറഞ്ഞ ആപ്പുണ്ട്, ഇതിൽ ആദ്യമായിട്ട് മലയാളം ഇംഗ്ലീഷ് ഒരു കോംബോ പാടി വെറുതെ ഫേസ്ബുക്കിൽ ഇട്ടതാണ്. സാധനം പിറ്റേ ദിവസം കത്തി. നമ്മള് ചിന്തിക്കണേ ഇല്ല, നമ്മള് വെറുതെ ഒരു രസം എന്നുള്ള പരിപാടി ഇട്ടാ. പക്ഷെ എനിക്ക് അതുകൊണ്ട് ലൈക്ക് കുറച്ച് സാജിദ് ഹിയ എന്ന് പറഞ്ഞ ഡയറക്ടറില് ഇക്കാകെ വിളിച്ച് ഇക്കാകായിട്ട് നമ്മള് കോണ്ടാക്ട് ആയി, കണക്ട് ആയി. എന്നിട്ട് ഞാനപ്പോ ഒരു പാട്ട് ഉണ്ടാക്കിയായിരുന്നു, ലൈക്ക് മമ്മൂക്കാക്ക് വേണ്ടി ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. അത് പക്ഷെ മോഹൻലാൽ മൂവിയില് ലാലേട്ട സോങ് ആക്കി മഞ്ജിത്ത് അത് എഴുതിയത്. പിന്നെ അവിടെ നിന്നൊരു വേറൊരു പാത്ത് സ്റ്റാർട്ടായി. പിന്നെ അത് കൊള്ളാം, ഇത് രസമുണ്ട്, കുറച്ചുപേരെ അറിയാത്തവരൊക്കെ കാണാൻ, ഇവരൊക്കെ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ, തിയേറ്ററിലല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അവരൊക്കെ നേരിട്ട് കാണാം. വീട്ടിലും നാട്ടിലും നല്ല സുഖമാണ്. നിഹാലിന്റെ ആളെ ഇപ്പൊ എല്ലാവരും അറിഞ്ഞു തുടങ്ങി. എനിക്കൊന്നൊരു സിംഗറായിട്ട് മ്യൂസിക് കമ്പോസർ ആയിട്ടൊക്കെ ആളുകൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തു. അത് ചെയ്ത വർക്കുകൾ ഒക്കെ തന്നെ ആളുകളുടെ ഫേവറേറ്റ് സോങ്ങുകളും കൂടിയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞത് മമ്മൂക്ക് വേണ്ടി എഴുതി ലാലേട്ടിന് വേണ്ടിയിട്ട് എനിക്ക് സിനിമയിൽ ചെയ്യേണ്ടി വന്നത്, അതും അത്രയധികം ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. പക്ഷെ അപ്പോഴും നമുക്ക് ആൾക്കാർക്ക് ഭയങ്കര കൗതുകമുണ്ട്, മമ്മൂക്കൊക്കെ വേണ്ടി എഴുതിയ പാട്ട് തിരിച്ചു പിന്നെ ലാലേട്ടിനേക്ക് വരിക. അപ്പൊ ആ ഒരു ഇപ്പൊ ഭയങ്കര സാഡ്നെസ്സിൽ പോയ സാധനം ഇപ്പൊ ഭയങ്കര ലാലേട്ടിന് വേണ്ടിയിട്ട് ഭയങ്കര സാഡ് ആയിട്ടാണ് പോയത്. പക്ഷെ മമ്മൂക്ക് വേണ്ടി ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് ആ സോങ് ശരിക്കും വരേണ്ടത്. അതിനൊരു ചേഞ്ച് എങ്ങനെയായിരുന്നു? അത് ആക്ച്വലി സോ മെയിൻലി എനിക്ക് തോന്നുന്നില്ല, ഇപ്പൊ എന്റെ സർക്കിളിലും എന്നെ അറിയാവുന്ന കുറച്ച് പേർക്ക് അറിയുള്ളൂ ആ പാട്ട് ഞാനാ എഴുതിയെന്ന്. അന്ന് ലൈക്ക് എന്റെ പേര് അതിന് പ്രോപ്പർ ആയിട്ട് ക്രെഡിറ്റ്സ് എനിക്കൊന്നും കിട്ടിയായിരുന്നില്ല. ലൈക്ക് അതിനെ കുറിച്ച് ടോക്ക് ചെയ്യേണ്ടത് കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ മമ്മൂക്ക എന്ന് പറയുമ്പോ മറ്റേല് ഇപ്പോ ഞാൻ ജനിച്ചെന്ന് കേട്ടൊരു പേര് പിന്നെ ആഘോഷ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ടോണിലവ നമുക്ക് ഞാൻ ജനിച്ചെന്ന് കേട്ടൊരു പേര് തരാരാര ഒരു താളം വെച്ച് പരിപാടിയായിരുന്നു. അത് നമ്മള് പ്രോപ്പർ മെലഡിയൊക്കെ ആക്കി ആണ് അങ്ങനെ ട്രീറ്റ് ചെയ്താണ് നമ്മ ലാലേട്ട സോങ് ഇറങ്ങിയത്. ചെകുത്താൻ എന്ന് പറയുന്ന പാട്ടും ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ആകെ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ട്. ഇപ്പോഴും ആളുകൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട്. എനിക്കൊന്ന് 21 മില്യൺ അധികം ആളുകൾ ആ പാട്ട് ഇപ്പം കണ്ടു കഴിഞ്ഞു. ആ പാട്ട് റിലീസ് ആയതിനു ശേഷം ഒരു സിംഗർ എന്ന നിലയിൽ എനിക്ക് നിഹാലിന്റെ കരിയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഷോസ് ഞാൻ പിന്നെ കൂടുതലും ഷോസ് എനിക്ക് സ്റ്റാമറിങ് ഉണ്ട്. അപ്പൊ എനിക്കൊരു ഒരു സ്റ്റേജിൽ പോയി നിന്ന് എനിക്ക് ഇവരുടെ അടുത്ത് ആക്ച്വലി ഇന്ററാക്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കത് പറ്റില്ല. എനിക്ക് ആ ഒരു ആങ്സൈറ്റിയും പരിപാടിയൊക്കെ കയറി ഞാൻ അങ്ങനെ ഒരുപാട് സീനിൽ നിന്ന് ഞാൻ മാറി നിന്നിട്ടുണ്ട്. എനിക്ക് ഒരു സ്റ്റാമറിങ് പക്ഷെ അത് എന്റെ തെറ്റായിരുന്നു ആക്ച്വലി. ഞാനത്
അത് ഞാനത് എൻ്റെ ഭാഗത്ത് ഞാനത് ബാഡാന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമാണ്. ഞാനിപ്പോൾ അത് ഓർക്കും ചെയ്ത് ഞാൻ കുറച്ചും കൂടി ആൾക്കാരുടെ അടുത്തോട്ട് സംസാരിച്ചു തുടങ്ങി. കുറച്ചും കൂടി ലൈം ലൈറ്റിലോട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കണം. പക്ഷേ സെറ്റ് ആവും. പക്ഷെ ഇത് ഈ പറഞ്ഞതും ഒത്തിരി പേർക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ കൂടെ. ഇപ്പൊ ബാക്കോട്ട് നിൽക്കാം, മുന്നിലേക്ക് നമ്മൾ വരണം എന്നൊരു മോട്ടിവേഷൻ കൂടെ ഇപ്പൊ പറഞ്ഞു വെച്ചെന്ന് പറയണേ. ഇപ്പൊ പക്ഷെ ഇത് പാടുമ്പോ അതില്ല, പക്ഷെ പാടുമ്പോ അതിമനോഹരമായിട്ടാണ് അത് കൈകാര്യം ചെയ്യണേ. അതിന്റെ ഒരു മാജിക് എന്താ, ശരിക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല എന്താണ്. കാരണം പാടുമ്പോ എനിക്ക് സ്റ്റാമറിങ് പരിപാടിയില്ല. പക്ഷെ സംസാരിക്കുമ്പോ എനിക്ക് ഇത് തന്നെ ഞാൻ ഇത് ചെയ്യണം എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം ഇത്രയും ഈസി ആയിട്ട് ഞാൻ ഇങ്ങനെ ടോക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. എനിക്കൊരു കോൾ വന്നാൽ പോലും എനിക്ക് എടുക്കാൻ പറ്റും. പക്ഷെ എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്ക് അറിയില്ല എനിക്ക് സ്റ്റാമിന ഉണ്ടെന്ന്. കണ്ടു പറയാ ബ്രോ അവിടെ നെറ്റ്വർക്കിന്റെ ഒരു കട്ട് വരുന്നുണ്ട്, ഒന്ന് ഞാൻ വാട്സാപ്പ് കോൾ ആയിട്ട് ഇപ്പൊ തന്നെ ഓക്കെ വാട്സാപ്പ് കോൾ ചെയ്തോളൂ. പക്ഷെ അത് എനിക്ക് സ്റ്റാമിന കാണുന്നവരും പറയാൻ പറ്റില്ല. എനിക്ക് ഞാൻ പെട്ടു. അപ്പൊ ഒരു വാട്സാപ്പ് കോൾ ചെയ്യും, ഞാൻ എങ്ങനെയൊക്കെ സംസാരിക്കും, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ തന്നെ എന്റെ കാര്യങ്ങൾ മാറ്റി കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ആ മാറ്റങ്ങൾ എത്ര സമയം എടുത്തിട്ടുണ്ട്? അല്ലെങ്കിൽ അതൊരു സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഞാൻ ഇപ്പോഴും അതൊന്നും വർക്കിംഗ് ഓൺ ഇറ്റ് ആണ്. ഇനിയും ഒരുപാട് ചേഞ്ചസ് എന്നിൽ വരാനുണ്ട്. അത് എന്തൊക്കെയാണ് ഞാൻ ഇപ്പൊ പോയിന്റ് ഔട്ട് ചെയ്ത് ഞാനത് ഇതൊക്കെയാണ് മാറ്റേണ്ടത്, ഇതൊക്കെയാണ് മാറ്റേണ്ടാത്തത് എന്നുള്ള പരിപാടി പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇറ്റ് വാസ് എ വെരി ലോങ് ജേർണി. അത് ഒരു 5 വർഷം 6 വർഷത്തെ ഉണ്ട്. അതിന്റെ ഒരു മോട്ടിവേഷൻ ഇപ്പൊ ചോദിക്കുന്നത്, നമ്മുടെ ഇപ്പൊ കേൾക്കുന്ന ആളുകൾക്ക് ഇപ്പൊ ചിലപ്പോൾ അത് സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ കടന്നു വന്ന വഴി നമുക്ക് അറിയില്ലേ, നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പൊ കിട്ടുന്ന റിസൾട്ട്, അല്ലെങ്കിൽ നമ്മുടെ പാട്ടുകൾ, അല്ലെങ്കിൽ അതൊന്നും അല്ല, ഇനി നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാനുണ്ട്, നമ്മുടെ പരിമിതികളൊക്കെ നമ്മൾ മറികടക്കുമെന്ന് നമുക്കായിട്ട് തോന്നുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ. അതായത് കൂടുതലുള്ളവർ എത്ര സപ്പോർട്ട് ചെയ്താലും നമ്മളാണ് ഇത് ചെയ്യേണ്ടതെന്ന്. ആ ഒരു ഫയർ എങ്ങനെയായിരുന്നു? ആ ഒരു ഫയർ എനിക്ക് വീട്ടിൽ നിന്ന് തന്നെയാണ് പരിപാടി കിട്ടിയത്. അല്ലെങ്കിൽ ഞാനാണ് എന്റെ ഫാമിലി റൺ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്റെ ഈ കുറവുകള് ഞാൻ ഈ കുറവൊന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. അതിന്റെ ഒരു കുറവല്ല. അപ്പൊ ഞാൻ അവിടെ പുഷ്പായിരുന്ന മാത്രമാണ് എന്റെ വീട്ടില് ഫയർ ഉണ്ടാവുള്ളൂ. അതെ. ഇപ്പം എന്തായാലും നിഹാൽക്കാനെ നേരിട്ട് കണ്ട സ്ഥിതിക്ക് എന്തായാലും കാലമേ പോയിടാം പാട്ട് പാടിപ്പിക്കാതെ വിടാൻ പറ്റില്ല. കാരണം ഒത്തിരി പേരുടെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അതിൻ്റെ ഒരു 4 വരി. കാലമേ പോയിടാം നേടിടാം പൂക്കളായി മാറുമീ ചിന്തയായി പോരൂ നീ. കാലമേ നീ കേറിവാ നിന്നിലായി വളർന്നു നീ പടർന്നു നീ. എനിക്ക് തോന്നുന്നു ഈ സൗണ്ട് ഉണ്ട്, നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പാടുമ്പോഴേക്കും നമുക്ക് ഇത്ര ക്ലിയർ വോയിസ് കിട്ടാം. പക്ഷെ നേരിട്ട് കേൾക്കുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് പാടുന്നത്. ടച്ചുട്ട്. ഇപ്പം ഈ പാട്ടില് ഇപ്പൊ ചെകുത്താൻ സോങ് നോക്കുകയാണെങ്കിൽ അതില് നമ്മുടെ മധുചേട്ടന്റെ ഒരു ലൈഫ് സ്റ്റോറി നമുക്ക് അതിൽ വിഷ്വലി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആക്ച്വലി അത് എന്റെ ഐഡിയ അല്ല. സോ റിമുനിച്ചാടുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. നമ്മള് ഞാൻ ഇതിലോട്ട് വന്ന തൊട്ട് നമ്മളിച്ചാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ലൈക്ക് എന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ആശാൻ നൽകിയ ആശാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മൾ എല്ലാ കൊല്ലം 1-ാം തീയതി ഈ നാട്ടിലെടുക്കുന്ന ഒരു തെറ്റെടുത്ത് പറയണം എന്ന് നമ്മള് ഒരു കോൺസെപ്റ്റ് വെച്ചാണ്. സോ ഞങ്ങൾ ഫസ്റ്റ് മറ്റേ കൊല്ലപ്പെടും ട്രാക്ക് ഇറക്കിയായിരുന്നു. സെക്കൻഡാണ് ചെകുത്താൻ. പക്ഷെ അതിന്റെ നെക്സ്റ്റ് ഇയർ ഞാൻ മറ്റേ ലൈക്ക് രാധേശ്യാം എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. അപ്പൊ അതില് പാടാൻ പോയപ്പോ അങ്ങനെ അവിടെ കുറച്ച് സ്റ്റക്കായി ലാഗ് വന്ന് അങ്ങനെ നമുക്കൊരു ആ കൊല്ലം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ ഞാനിത് പറയാൻ കാരണം വെച്ചാല് ഇപ്പൊ ഞാൻ ശരിക്കും ഈ മഴയെ കുറിച്ച് 2 പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. 2 ഇപ്പൊ ചിറാപ്പുഞ്ചിയാണ് ഇപ്പൊ എല്ലാവരും കേട്ടേക്കണേ. അത്രയും ലൈക്ക് മഴയെ ഇഷ്ടപ്പെട്ട് ഭംഗി എന്നുള്ള പരിപാടിയിൽ ആണ് ചെയ്തത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ നാട്ടില് നമ്മുടെ ഇവിടെ മഴ കൂടിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത് നമുക്കറിയാം. അപ്പോ ആ ട്രാക്ക് അതിനെ കുറിച്ചാണ്, മറ്റേ പോരാടും എന്നാണ് ആ ട്രാക്കിന്റെ പേര്. അത് ഇവിടുത്തെ ലൈക്ക് ഡാമിനെ കുറിച്ചും അത് ഇനി മഴ പ്രശ്നമായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാൻ പോണ കാര്യങ്ങളും ചെകുത്താൻ പോലെ തന്നെ സെയിം ജോണറിലുള്ള ഒരു പരിപാടിയാണ്. അത് മാത്രമല്ല അതിന്റെ വീഡിയോ
ആണ് ലൈക്ക് ഏറ്റവും ഫസ്റ്റ് മ്യൂസിക് വീഡിയോ ഫുള്ളി AI ചെയ്തേക്കണത്. നമ്മള് ജാനിലാണ് ഇറങ്ങിയത്. എനിക്ക് ആ സോങ്ങിന് താഴെ ഒത്തിരി ആളുകള് അവരുടെ പ്രതിഷേധവും അല്ലെങ്കിൽ സപ്പോർട്ടും അറിയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്കും ലൈക്ക് ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ അറിയുള്ളൂ ചെകുത്താൻ എന്ന് പറഞ്ഞ പാട്ട് ഇങ്ങനെ ഒരു വലിയൊരു സംഭവമാണ് പറയുന്നതെന്ന്. പക്ഷെ അത് ലൈക്ക് വിതൗട്ട് വീഡിയോ അത് നമുക്ക് എല്ലായിടത്തും ജാം ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാക്കാണ്. പിന്നെ അതില് ലൈക്ക് ഒരു മെലഡി ഉണ്ട്. ലൈക്ക് നമുക്ക് ആ മെലഡി കുറച്ചുകൂടി ആൾക്കാർക്ക് എത്തണം എന്നുള്ള സീനിലാണ് നമ്മള് ചെകുത്താൻ റിപ്രൈസ് ചെയ്തത് പ്രോപ്പർ മെലഡി ആയിട്ട്. നിഹാലിന്റെ സോങ് നിഹാലിന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുണ്ടോ? അതിൽ ഏറ്റവും ടോപ്പ് 1 ഏത് പാട്ടാ? ടോപ്പ് വൺ ചെകുത്താൻ ഓഫ് കോഴ്സ്. ചെകുത്താൻ അടിപൊളിയായിരുന്നു. എനിക്ക് വർക്ക് ചെയ്ത ടൈം അടിപൊളിയായിരുന്നു. ആൻഡ് അത് ആൾക്കാർ ഏറ്റെടുത്തത് കിട്ടിയ ഒരു ഹാപ്പിനെസ്സും അടിപൊളിയായിരുന്നു. അങ്ങനെ നിഹാലിന്റെ ചെയ്ത വർക്കുകളിൽ നിഹാലിന്റെ ഫേവറേറ്റ് സോങ്ങും ചെകുത്താൻ തന്നെയാണ്? ഉറപ്പായിട്ട് ചെകുത്താൻ തന്നെയാണ്. ഇപ്പം നിഹാലൊക്കെ ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് മ്യൂസിക് ചെയ്യുന്നുണ്ട്, സിനിമയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ട് എന്താ തോന്നിയിട്ടുള്ളത്? ഒന്ന് മാർക്കറ്റിംഗ് പരിപാടിയിൽ പറയുകയാണെങ്കിൽ അത് വലിയൊരു ഗ്രൂപ്പാണ്. പക്ഷെ അവിടെ നമുക്ക് കുറച്ച് പ്രഷറും കൂടുതലാണ്. പക്ഷെ അടിപൊളിയാണ് വർക്ക് ചെയ്യാനായിട്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇപ്പം എനിക്ക് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻ്റ്ലി ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. കാരണം നമുക്ക് നമ്മുടേതായ സ്പേസ് ഉണ്ട്. പക്ഷെ അത് നമ്മളെ പുറത്ത് നമ്മളായിട്ട് തന്നെ ഇറങ്ങി അത് ആൾക്കാരിലേക്ക് എത്തിക്കണം. ഇപ്പൊ പക്ഷെ കുറച്ചുകൂടി ഈസി ആയതുകൊണ്ട് നമുക്ക് ഇത്രയും പ്ലാറ്റ്ഫോംസും എല്ലാം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഈസിയാണ്. സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ടല്ലോ. എപ്പോഴും നമ്മൾ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന കേട്ടും സ്റ്റേജ് പ്രോഗ്രാം ഭയങ്കര ഡിഫറെന്റ് ആണെന്ന് പറയും, ഭയങ്കര ഓളാണ്. എപ്പോഴെങ്കിലും എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടോ ഈ സ്റ്റേജ് പ്രോഗ്രാമില് പെർഫോം ചെയ്യുന്നതിന്റെ ഒരു ഫീല്? ഞാനത് ഫസ്റ്റ് പറഞ്ഞ സ്റ്റേജ് പ്രോഗ്രാംസിൽ ഞാൻ വന്ന് ആദ്യത്തെ ഒരു പാട്ട് കഴിഞ്ഞാൽ സെറ്റ്, ഞാൻ മൈക്ക് തിരിച്ചു കൊടുക്കൂല. പക്ഷെ ആ ഒരു ഫസ്റ്റ് സോങ് കടക്കാൻ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് കുറച്ച് എനിക്ക് കൂടുതലാണ്. പക്ഷെ അത് ഞാൻ ഇങ്ങനെ പതുക്കെ ഓവർകം ചെയ്ത് വരുന്നത്. ഈ സ്റ്റേജിലെ ആദ്യത്തെ പാട്ട് ഏതായിരിക്കും? ഈ ഒരു ആ ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടി ആദ്യം പാടുന്ന പാട്ട്? ചെകുത്താൻ റിപ്രൈസ് ആയിരിക്കും. എനിക്ക് ലൈക്ക് കൂടുതൽ പാട്ട് പാടാൻ ലൈവായി പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഏറ്റവും ഒരു മെലഡി തന്നെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഗ്രാഫിന് മുകളിൽ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എന്തായാലും ചെകുത്താൻ റിപ്രൈസ് തുടക്കവും അവസാനവും ചെകുത്താൻ റിപ്രൈസ് തുടങ്ങും, ചെകുത്താനിൽ അവസാനിക്കും ആ ഡ്രോപ്പ് ഉള്ള ട്രാക്കിൽ. ഇവ ഈ സ്റ്റുഡിയോ അല്ലെങ്കിൽ മ്യൂസിക് ഒക്കെ മാറ്റി നിർത്തിയ നിഹാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്ത് കാര്യം ചെയ്യുമ്പോഴാ, അല്ലെങ്കിൽ ഏത് ആളുടെ കൂടെ ഇരിക്കുമ്പോഴാ, എന്ത് ചെയ്യുമ്പോഴാ ഏറ്റവും കൂടുതൽ? ലൈക്ക് ഞാൻ എന്ന് പറഞ്ഞ ആക്ടർ എനിക്ക് ചുറ്റും എപ്പോഴും ഒരു 5-6 പേര് വേണം. ലൈക്ക് എന്റെ ഫ്രണ്ട്സ്, നമ്മള് ഒന്നിച്ച് ചെയ്യുന്ന പരിപാടി, ചില്ലിങ്. അത്ര ലൈക്ക് ഫാമിലി ഗായ് ആയിരുന്നില്ല. പക്ഷെ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ചധികം ഫാമിലി ഗായ് ആണ്. അപ്പോൾ എനിക്ക് ആ സ്പേസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്റെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അവര് തരുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാല് കളിയാക്കലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അഴുക്കച്ചെറുക്കം എന്നൊക്കെ പറയില്ല. അവിടെ അഴുക്കച്ചെറുക്കനാണ്. നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുടെ ഇരിക്കുന്ന സമയത്തായിരിക്കും ലൗഡാണ് അവരുടെ ഇടയില്. പുറത്തിറങ്ങിയ ഞാൻ കുറച്ച് ഇങ്ങനെ ഇപ്പൊ കാണുന്ന ആളെ അല്ല എന്നൊക്കെ. ഇപ്പൊ ഒരു സിംഗർ നിന്നില്ലേ, നമ്മുടെ ഇപ്പൊ ഒരു ഫീൽഡിൽ ഒത്തിരി സിംഗേഴ്സ് ഉണ്ട്, മ്യൂസിക് കമ്പോസേഴ്സ് ഒത്തിരി ആളുകളുണ്ട്. നമ്മൾ അവരിൽ നിന്ന് വേറിട്ട് നിൽക്കണം, അല്ലെങ്കിൽ നമ്മുടെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണം, അങ്ങനെ ഒരു ഇതുണ്ടോ, പ്രഷർ ഉണ്ടോ ശരിക്കും? ഇല്ല, എനിക്ക് ഞാൻ എല്ലാം ഭയങ്കര ഈസി ആയിട്ട് കാണുന്ന ഒരാളാണ്. എന്ത് പ്രഷർ ഉണ്ടെങ്കിലും കല്ലുവല്ലി എന്നുള്ള ഞാൻ അങ്ങനെ ഒരു പ്രഷറിലും ഞാൻ ഒരു വർക്കും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ സമയത്തിന് ഞാൻ എഴുന്നേറ്റ് ഞാൻ അങ്ങനെയാണ് എല്ലാ വർക്കും ചെയ്യാം. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഔട്ട്പുട്ട് എനിക്ക് അതിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ആ പ്രഷറിലിരുന്ന് ഞാനെന്നല്ല, എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യനും അങ്ങനെ ഒരു പ്രഷറിലിരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്റെ കംഫർട്ട് സോൺ ഞാനത് മാക്സിമം ഞാൻ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ. ഇപ്പം ഇൻഡിപെൻഡന്റ് ആയിട്ട് നേരത്തെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇപ്പം സിനിമയിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈ പറഞ്ഞ സിനിമയിലും ചിലപ്പം ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരേണ്ടി വരുമല്ലോ. ഇപ്പൊ നമ്മുടെ സ്വന്തമാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. അങ്ങനെ ചില ഇപ്പൊ പറഞ്ഞാൽ മമ്മൂക്കയുടെ പാട്ട് ഇപ്പൊ ലാലേട്ടിൽ മാറ്റിയ പോലെ തന്നെ അങ്ങനെ മാറ്റങ്ങളൊക്കെ സംഭവിച്ച് നമുക്ക് കേൾക്കേണ്ടി വന്ന സോങ്ങുകളുണ്ടോ? മാറ്റങ്ങൾ വന്നിട്ടുള്ള സോങ്സ് ഉണ്ട്. പക്ഷെ ഇതുവരെയും ഒരു ബാഡ് മാറ്റമായിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എല്ലാം നല്ല മാറ്റങ്ങളായിരുന്നു.
അവരിപ്പോ എക്സാമ്പിൾ ലാലേട്ട സോങ്, അത് എനിക്ക് തോന്നുന്നത് ആ പാട്ട് ലാലേട്ടന് വേണ്ടി ചെയ്യേണ്ടതായിരുന്നു. അത് അവിടേക്ക് എത്താൻ കുറച്ച് വഴി കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ മാറ്റങ്ങളും എനിക്ക് തോന്നുന്നു നല്ല നല്ല മാറ്റങ്ങളാണ് പാട്ടുകൾ വന്നിട്ടുള്ളത്. ഇപ്പൊ സിനിമകളിലും ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്ന സോങ്ങുകളാണെങ്കിലും സിനിമയിൽ ചെയ്യുന്നതാണ് നമുക്ക് നമ്മുടെ കുട്ടികളെ പോലെയാണ്, അല്ലെങ്കിൽ ഫേവറേറ്റ് സോങ്ങുകൾ തന്നെയാണ്. എങ്കിലും സിനിമയിൽ ഇപ്പം ഇൻഡിപെൻഡന്റ് ആയി ചെയ്തതിൽ പറഞ്ഞപ്പോ ചെകുത്താന്ന് പറഞ്ഞ പോലെ സിനിമയിൽ ചെയ്ത വർക്കിൽ ഇഷ്ടപ്പെട്ട ഒരു സോങ് ഏതാണെന്ന് എനിക്ക് അരികരികയാണ്. എനിക്ക് ഒരു 4 പേര് പാടാവും. അരികരികെ അകലരുതേ അലയൊലിയേ ഓ, പിന്നെ ഹയ്യാണ് ആക്ച്വലി. നിനക്കായി ഞാൻ നിലവൊരുക്കേ പാതിരാവിലെ. ഈ പാട്ട് പഠിച്ചിട്ടില്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം പാട്ട് പഠിക്കാത്ത ഒരാള് ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ പ്രവർത്തിക്കുക, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാതെ സസ്റ്റെയിൻ ചെയ്യാൻ ഇത്രയും വർഷം മുന്നോട്ട് പോവാ, അതെപ്പോഴെങ്കിലും ഒരു ഇല്ല. ഞാൻ അതാണ് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനിൽ അതുണ്ട്. ലൈക്ക് ഞാൻ അത്ര സ്ട്രെസ് ആയിട്ട്, കാരണം ഇത് പഠിച്ചാലാണ് അയ്യോ ഇത് ഈ രാഗം കറക്റ്റ് ആവണമല്ലോ, അല്ലെങ്കിൽ ഇത് ശരിയാവണമല്ലോ, ഇത് ഇങ്ങനെ വരണമല്ലോ എന്നുള്ള പേടി ഉണ്ടാവുള്ളൂ. നമുക്ക് ആ പേടിയില്ല, നമുക്ക് പഠിച്ചിട്ടില്ല. അതാ എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, മേക്കാൻ ഫീൽ ചെയ്യുന്നത്, അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ അവിടെ എനിക്ക് ആ ഒരു അതെന്നെ എഫക്ട് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പുറത്ത് വരാത്ത എത്ര പാട്ടുകളുണ്ട് ഇപ്പൊ നമ്മൾ കേൾക്കാത്ത ചെയ്തു വെച്ചിട്ടുള്ള? ഒരുപാടുണ്ട്. ഒരുപാടെന്ന് പറയുമ്പോ ഒരു 10-300 ട്രാക്ക് ഉണ്ടാവും. 100 ട്രാക്കുകൾ. ഓക്കെ, കുറഞ്ഞത്. ഇത് ഈ പറഞ്ഞ നമ്മുടെ ഫേവറേറ്റ് മെമ്മറീസ് അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ കുറെ ട്രാക്സ് ഉണ്ടാക്കി ഞാൻ ബാങ്ക് ചെയ്ത് വെക്കും. എല്ലാത്തിന്റെയും ചെറിയ ചെറിയ പാർട്സ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും അതുമ്മ ഇരിക്കാൻ ഒരു മൂഡ് വരാൻ തോന്നുമ്പോ അത് തിരിച്ചിട്ടത് അത് പണി തുടങ്ങും. ഓക്കെ, ഇപ്പൊ നമ്മൾ എടുത്തു വെച്ചാൽ ഏതെങ്കിലും സിനിമ വരികയാണെങ്കിൽ അതിന് ആപ്റ്റ് ആയിട്ടുള്ള അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു സിംഗർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മ്യൂസിക് കമ്പോസർ എന്ന നിലയിൽ ഇപ്പൊ ഒരു 5 വർഷം കഴിഞ്ഞ നിഹാൽ സാദിഖ് ഏതൊക്കെ മേഖലയിൽ, ഇപ്പൊ തന്നെ 4-5 മേഖലയിൽ സജീവമായിട്ടുള്ള നിൽക്കുന്ന ഒരാളാണ്, ഏതൊക്കെ മേഖലയിൽ നമുക്ക് കാണാം? ഉള്ള മേഖലയിൽ നിന്ന് പോയതായിരുന്നു മതി. അത്രേ ഉള്ളൂ. എനിക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളും ചെറിയ ചെറിയ പരിപാടികളും ഉള്ളൂ. അപ്പൊ അത് അങ്ങനെ വലിയ തോട്ട്സ് ഒന്നുമില്ല. ഇത് തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോകാൻ പറ്റിയാൽ മതി. ഭയങ്കര സിമ്പിൾ ആയിട്ട് ലൈഫിനെ കാണുന്ന ഒരാളാണല്ലേ, അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ടെൻഷൻ അടിച്ച് കൂടുതൽ ആളുകളെ അങ്ങനെ തന്നെയാണോ? ഇവരെ ഞാൻ ടെൻഷൻ കൊടുക്കും, നമ്മൾ അവിടെ കൊടുക്കാം, എന്നിട്ട് ഞാൻ ചില്ല ചെയ്യും. അതാണ് എന്റെ പരിപാടി. ഈ പാട്ടുകൾ ഇപ്പൊ ഒരു മെലഡി ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ടല്ലോ, പക്ഷെ എപ്പോഴും പാട്ടിലെപ്പോഴും മെലഡിയും ഉണ്ട് അതുപോലെ ഫാസ്റ്റും ഉണ്ട്, എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ചെയ്യണേ. അതെങ്ങനെ എല്ലാ പാട്ടുകളും അത് വരണം എന്നുണ്ടോ? ഇല്ല, അത് അതിന്റെ ഒരു പെർട്ടിക്കുലർ ജോണറിന് വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ ശരിക്കും ലൈക്ക് എന്റെ പ്രോപ്പർ പരിപാടി മെലഡി. എനിക്കതാണ് ചെയ്യാനും ഇഷ്ടം. പക്ഷെ ഞാൻ എല്ലാ ജോണേഴ്സും ഇപ്പോഴും ആയിട്ട് ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള എല്ലാ പാട്ടുകളും വ്യത്യസ്തമായിട്ടുള്ള സോങ്ങുകൾ തന്നെയാണ്, ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സോങ് ആണ്. അപ്പൊ ആളുകൾ എപ്പോഴും ഒരു പ്രതീക്ഷ വെക്കും, അടുത്ത് എന്താണ് നിഹാൽ സാദിഖ് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ പോകുന്നത് എന്നത്. ഞാൻ അതാണ് പറഞ്ഞത്, ഞാൻ എനിക്കിഷ്ടമുള്ള പാട്ടുകളാണ് ഞാൻ പുറത്തേക്ക് വിടുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. ഞാൻ അത്ര പിക്കിയാണ്. അപ്പൊ അതെ, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടമാവുന്നത്. ഈ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ തന്നെയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. ചിറാപ്പുഞ്ചി അതുപോലെ തന്നെ ആളുകളെ ഏറ്റെടുത്തു. ഒരുപാട് നല്ല കമന്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ചിറാപ്പുഞ്ചി പോലെ അല്ലെങ്കിൽ ചെകുത്താൻ പോലുള്ള പാട്ടുകൾക്കായിട്ട്. ഇവ ചെകുത്താൻ തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ അവസാനിക്കുമ്പോൾ ചെകുത്താൻ പാട്ട് കേട്ടിട്ടാണല്ലോ സ്റ്റേജിൽ പെർഫോമൻസ്. ഇന്റർവ്യൂ അവസാനിക്കുന്നതിന് മുമ്പ് ചെകുത്താനിലെ 4 പേര് പറഞ്ഞു തന്നെ നമുക്ക് മൈൻഡ് ഓഫ് ചെയ്യാം. ഈ കാലം നെഞ്ചിൽ ചേർക്കാതെ നിന്നെ ആരാരും തല കീഴും. ഓ കാലമേ പോയിടാം നേടിടാം പൂക്കളായി മാറുമീ ചിന്തയായി ഒരു നീ. 1000 നാളുകൾ വാഴിടാൻ മോഹമായി വന്നിടും കൂട്ടമേ നാളമായി. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.